Hello, ladies and gentlemen. Let's talk about Pushpa. പുഷ്പയുടെ സ്പോയിലർ ടോക്കാണിത്. നമ്മൾ ഇൻഡെപ്റ്റായിട്ട് സിനിമയിലെ സീനുകളും കഥകളും എല്ലാം പറയും. സോ സിനിമ കാണാത്തവർ ഈ വീഡിയോ കാണരുത്. ഇറ്റ് ഈസ് എ സ്പോയിലർ വീഡിയോ. അത് ഞാൻ ടൈറ്റിൽ എഴുതിയേക്കാം. അത് കണ്ടിട്ടും വന്നിരുന്ന് കാണുന്നവരെ എനിക്കൊന്നും പറയാനില്ല. സോ എഗെയിൻ ഐ എം ടെല്ലിങ് യു ഇറ്റ്സ് എ സ്പോയിലർ വീഡിയോ. സോ ഡോണ്ട് വാച്ച് ഇറ്റ് ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദ മൂവി. പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരിക. പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ റിയാക്ഷന് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് പുഷ്പ 1 എനിക്ക് ഒരുപാട് വർക്കായ സിനിമയാണ്. അത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ അത് കിടപ്പുണ്ട്. കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എന്തുമാത്രമാണ് ആ പടം ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് ആ സിനിമയിൽ വളരെ മോശമായി തോന്നിയത് മറ്റേ ഈ ശ്രീവല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറും പുഷ്പയും തമ്മിലുള്ള കുറേ സീനുകളുണ്ട്. അതായത് പൈസയ്ക്ക് ഉമ്മ കൊടുക്കാൻ നടക്കുന്നതും അങ്ങനെ കുറേ സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങളുണ്ട്. അതല്ലാതെ ആ സിനിമയിലെ ഈ പറയുന്ന പുഷ്പയുടെ ക്യാരക്ടർ ബിൽഡിംഗ് ആണെങ്കിലും ആ വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ഈ പറയുന്ന ചന്ദനക്കടത്തിൻ്റെ പരിപാടിയാണെങ്കിലും എല്ലാം ഒരു ഫണ്ണായിരുന്നു. ആക്ഷൻ സീക്വൻസസ് വെർ റിയലി ഗുഡ്. എസ്പെഷ്യലി അല്ലു അർജുൻ്റെ തലയിലൊരു ടീഷർട്ടോ മറ വെച്ചിട്ട് ആ ഒരു കാട്ടിലൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് സീക്വൻസ് എവർ ഡിഡ്. അത് പീറ്റർ ഹെയ്നാണ്. ഇതും പീറ്റർ ഹെയ്നാണ് ചെയ്തേക്കുന്നത്. നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റിനെ പറ്റി പറയാണ്. ഫസ്റ്റിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ നല്ലതുണ്ടായിരുന്നു. എനിക്ക് ആസ് എ അല്ലു അർജുൻ ഫാൻ, അതായത് അല്ലു അർജുൻ്റെ ആര്യ തൊട്ട് അയാൾ എത്ര പടം ചെയ്തിട്ടുണ്ടോ എല്ലാം കണ്ടൊരുത്തനാണ് ഞാൻ. അതായത് മറ്റേ റേസുകാരും, ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പടം, ലക്കി ദ റേസർ. അയ്യോ, എനിക്ക് ആ സിനിമ ഈ ലോജിക്കൊക്കെ എടുത്ത് വിളക്കളാണ് ആ പടത്തിൽ. പക്ഷേ എന്തൊരു എൻ്റർടൈനിങ് ആണെന്നറിയൂ. അത് ഒരുപാട് ഇപ്പോൾ വന്ന് പറയും, അയ്യോ നിനക്ക് ആ പടമൊക്കെ ഇഷ്ടപ്പെട്ടാടെ എന്നിപ്പോൾ വന്ന് പറയും. ആ പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് അല്ലു അർജുൻ എന്ന് പറയുന്ന നടൻ്റെ കാലിബർ, അതും പുള്ളിയും പിന്നെ മറ്റേ അങ്ങേരും ഉണ്ടല്ലേ, മറ്റേ കിൽബിൽ പാണ്ഡെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അവരെ അഴിഞ്ഞാട്ടമാണ് ആ ലാസ്റ്റ് കുറേ സാധനം. മറ്റേ വില്ലൈ നമ്മുടെ ഇങ്ങേര് ചെയ്ത രവി കിഷൻ ചെയ്ത റെഡ്ഡി, ശിവ റെഡ്ഡി, അതൊക്കെ എന്ത് രസമായിരുന്നു പടം. അതേപോലെ ആര്യ 1, 2, ആര്യ 1ഉം 2ഉം എടുത്തവനാണ് ഈ സുകുമാർ. ഇടയിൽ അങ്ങേരെ കുറെ പടങ്ങളുണ്ട്. രംഗസ്ഥാനം, രാംചരൻ്റെ ഒക്കെ കാണടായി. അത് കണ്ടിട്ട് ഈ പടം കാണുമ്പോൾ നമുക്കൊരുമാതിരി ബാലയ്യരെയൊക്കെ പടം എടുക്കണം അവൻ എടുത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമ. അതെങ്ങനെയാണ് ഒരു തെറ്റാവണത്? അല്ല, ഞാൻ കാര്യമായിട്ടും ചോദിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സിനിമ ഇന്നലെ 500 കോടിയാണ് കളക്ട് ചെയ്തത്. ഈയിടെ കോമഡിയാണ് നിങ്ങളൊക്കെ കാര്യം. ഒവൻ വന്നു പറ്റുന്നത് പർപ്പസ്ഫുള്ളി ഡീഗ്രേഡിങ് ആണ്. എന്നിട്ട് ഇതേ അല്ലു അർജുനെ ഡീഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് എന്തോന്ന് കിട്ടായി? കോമഡി പറയാതെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടൻ അങ്ങേരെ ആല വൈകുണ്ഠ പുരുവൊക്കെ ഞാൻ ഇന്നലെയും കൂടെ ഇരുന്ന് കണ്ടേ ഉള്ളൂ. ഇന്നലെ മെനിയാന്നോ എന്തോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങേരെ ആ ക്ലൈമാക്സ് സാധനം ഉണ്ടല്ലോ, ആ പാട്ട്. അത് ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ പോയിട്ട് ലോക സിനിമയിൽ വരുത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആ ഒരു പാട്ടിൻ്റെ ഇടയിൽ പുള്ളി ഇങ്ങനെ വന്ന് ഒരു ബീഡിയൊക്കെ വലിച്ച് ആമോ എടേ അങ്ങനെയൊക്കെ നടക്കണ ഒരുത്തനാണ്. അല്ലാതെ ഒരു പുഷ്പ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള ഒരുപാട് ഞാൻ എല്ലാ അല്ലു അർജുൻ പടവും കണ്ടിട്ടുണ്ട്. മലയാളം ഡബ്ബ്, ഞാൻ പണ്ട് മലയാളം ഡബ്ബാണ് കണ്ടുകൊണ്ട് നമ്മുടെ ജിസ്റ്റോ ചേട്ടൻ്റെ ഡബ്ബ്. പിന്നെ ഞാൻ അത് മാറി ഒറിജിനൽ തന്നെ കാണാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. തെലുങ്ക് പടമായിട്ട് തന്നെ കാണാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതാണ് പറഞ്ഞത്. പക്ഷേ ഒരു ട്രെയിലറിൻ്റെ ഇതും വെച്ച് കമ്പയർ ചെയ്യാതെ കോമഡിയുടെ ഇതിൻ്റെയൊക്കെ കാര്യം എന്തിനാണെങ്കിലും ട്രെയിലർ എനിക്ക് ഒരുപാട് വർക്കായതായിരുന്നു. ഞാൻ അതിലും പറഞ്ഞ ലോജിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞു. പക്ഷേ ട്രെയിലറിൽ ഒരുപാട് ഫേക്ക് സാധനങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഫഹദിനെ കാണിക്കുന്നത് മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ നമ്മുടെ ഫഹദിൻ്റെ ഇൻട്രോ പോലെ കുളത്തിൽ നിന്നും കുളിച്ച് പാട്ടൊക്കെ കേട്ട് എണീക്കുന്ന അങ്ങനെ എന്തൊരു സാധനം ഈ ട്രെയിലറിലുണ്ട്. അത് സിനിമയിലില്ല. ഈ പറയുന്ന ജപ്പാനിലുള്ള കുറേ ആൾക്കാരുമായിട്ടുള്ള മീറ്റിങ്ങും ബഹളവും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ജപ്പാനിലൊക്കെ മിക്കവാറും വില്ലന്മാരും അങ്ങനത്തെ ലെവലൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫഹദും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായിട്ടാണ് ഫസ്റ്റിൽ കൊണ്ട് നിർത്തുന്നത്. അതായത് പുഷ്പേൻ്റെ ഈഗോ ഹെർട്ട് ചെയ്തിട്ട്, അതായത് ഫഹദിൻ്റെ ഈഗോനെ ഭയങ്കരമായി ഹെർട്ട് ചെയ്തിട്ട് കൊണ്ട് നിർത്തിയ കൊടൂര വില്ലനെ ഈ പടത്തിൽ എന്താണ് കാണിച്ചു വെച്ചേക്കണത്? ഈസ് എ ലാഫിങ് സ്റ്റോക്ക്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ എൻജോയ് ചെയ്യും? നമ്മൾ ആ തിയേറ്റർ ട്രെയിലറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഒന്നും സിനിമയിലില്ല. നമുക്ക് ആ ഫസ്റ്റ് തൊട്ട് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഫൈറ്റ് സീക്വൻസ്, ജപ്പാനിലുള്ള ഫൈറ്റ് സീക്വൻസ്, അത് സ്വപ്നമാണ് അതാ തേർഡ് പാർട്ടിലെ സീനാണ്? അതിനൊരു ക്ലാരിറ്റി ആ പടത്തില്ല. ഒരുത്തം വന്ന് പറയണു ഒരു സിനിമ ഇതിന് ബോധമുള്ളവൻ ഇതൊക്കെ കണ്ടു. ഈയിടെ നിനക്ക് മനസ്സിലായ അത് തേർഡ് പാർട്ടാണ്. ഞാൻ പറയുന്ന സ്വപ്നമാണെന്ന്. നീ എന്താ അതിന് വേറെ വല്ലതും പറയണ്ടോ നിനക്ക്? അത് സ്വപ്നമാണോ അല്ലെങ്കിൽ അത് ശരിക്കും തേർഡ് പാർട്ടിൽ നടന്ന സാധനമാണോ? ആ സിനിമ അതിൽ നിന്ന് വെടിയുണ്ട ഇട്ടിട്ട് അവൻ വളർത്തി വീണിട്ട് അവനെ കൊച്ചിലെ കാണിക്കുന്നുണ്ട്.
ഈ കൊച്ചിലെ ഒരു സീനുണ്ട് കേട്ടോ. കൊച്ചിലെ ആ കൊച്ച് കുളത്തിൽ ചാടാൻ വേണ്ടി പോകണം, അതുവരെ വയറ് വെച്ചിട്ടാണ് ആ കൊച്ചിനെ ചാടിച്ചേക്കണത്. ഒരു കുളത്തിൽ ചാടണ സീനിന് അവിടെ പിള്ളേരൊന്നുമില്ല, തലയിൽ വിഗും വെച്ചിട്ട് ഒരു കുളത്തിൽ ചാടാനായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കാൻ വരെ വയർ യൂസ് ചെയ്തേക്കണേ. ഈ സിനിമയിൽ ഒരുപാട് ആ ഫസ്റ്റ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിലാണ് അല്ലു അർജുൻ. പുള്ളി ഇങ്ങനെ ക്രെയിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ചാടി കയറിയിട്ട് ഒരുത്തനെ തോളി വെച്ചുകൊണ്ട് ഇങ്ങനെ ചാടുകയാണ്. എന്നിട്ട് അവനെ ഇങ്ങനെ എറിയുന്നു, ബൗൺസ് ചെയ്ത് അവൻ കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് ആളെയോ സൂപ്പർ എന്ന് പറയണം അല്ലേ? നടക്കൂല. പിന്നെ സെക്കൻഡ് ഫസ്റ്റ് ആ സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻട്രോ ഉണ്ട് പുള്ളിയുടെ, ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പറഞ്ഞത്. അതായത് ഫഹദ് ഒരു വേഷം മാറിയൊക്കെ വന്നിട്ട് ഇവരെ കൂടെ നിന്ന് ഇവരെ ചന്ദനം മൊത്തമൊക്കെ എടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ എടുത്തിട്ട് മർദ്ദിച്ച് കൊണ്ട് സ്റ്റേഷനിൽ ഇടുന്ന സീനുണ്ട്. ആ ഇൻട്രോ ഒക്കെ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് സിനിമയിൽ വർക്കായത് മന്ത്രിയുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഭാര്യ പറയും ഒരു ഫോട്ടോ എടുക്കണേ പുള്ളിക്കാരനൊപ്പം എന്ന് പറയുമ്പോൾ അങ്ങേര് ഇൻസൾട്ട് ചെയ്ത് വിടുമ്പോൾ, ഈ ഇൻസൾട്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് മറ്റേ കുരു പൊട്ടണ സാധനം അത് പണ്ട് ആ ഫസ്റ്റ് പടത്തിലൊട്ടേ ഉണ്ട്. അത് നൈസാണ്. ഫസ്റ്റ് പടത്തിൽ തന്നെ മറ്റേ ജോലി എന്നെ കളഞ്ഞിട്ട് പോകണം അങ്ങനെയൊക്കെയാണല്ലോ. അത് നല്ലായിരുന്നു, അത് വർക്കായി. ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു അങ്ങനെ ഇത് മന്ത്രിയെ തന്നെ മാറ്റി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര രസമാണ്. അതല്ല, അത് കഴിഞ്ഞ ഉടനെ ഫഹദിൻ്റെ വില്ലൻ ക്യാരക്ടർ ഈസ് ഗോയിങ് ഡൗൺ കംപ്ലീറ്റ്ലി. യാതൊരു രീതിയിലുള്ള ഒരു പവറോ ഇമ്പാക്റ്റോ ആ ക്യാരക്ടറിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമയിൽ നടൻ ഇങ്ങനെ നിൽക്കുകയാണ്. വില്ലൻ എവിടെ? വില്ലൻ ആര് വില്ലൻ? അങ്ങനെ ഒരു എതിരാളി വേണ്ടേടെ, എന്നാലല്ലേ നമുക്ക് പടം കാണുമ്പോൾ ഒരു ഇത് കിട്ടുള്ളൂ, ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇത് വില്ലൻ ഇങ്ങനെ ജയിച്ച് മറ്റേ ഒരു പോയിന്റ് എത്തപ്പോൾ എനിക്ക് ഒരു ഫഹദിൻ്റെ അടുത്ത് പറയും എൻ്റെ അടുത്ത് ഒന്ന് സോറി പറയുന്നു, തിരിച്ചു പോകുന്നു. അത് അവനല്ലെന്ന് ഇങ്ങനെ മൈൻഡിൽ ഇത് ഞാൻ ഒരിക്കലും സോറി എന്നും പറയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയി ഫഹദിന് ഈ കാർ ഏടിച്ച് കുമ്മിമ്പോളി ഇട്ടിട്ട് അവൻ്റെ മണ്ടേ ഇരുന്ന് മൂത്രം ഒഴിക്കുന്നൊരു സീനുണ്ട്. പക്ഷേ ഫഹദിൻ്റെ ക്യാരക്ടർ അവിടെ പിന്നെയും ഒരു കോമാളിയായി മാറുകയാണ്. എന്നാൽ പോലും ആ സീനും ആ ഇൻ്റർവെൽ പഞ്ചിനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അത് വാസ് നൈസ്. അത് കഴിഞ്ഞിട്ട് എന്തൊരു സമ്മറായി കഴിഞ്ഞാൽ കുളം പറ്റുമെന്ന്, എന്നിട്ട് ഒരു കുളത്തിൽ കൂടെ 2000 ടൺ ചന്ദനം കടത്തുകയാണ്. എന്നിട്ട് ആ ചന്ദനമൊന്നും ചന്ദനമല്ല, അത് ഫേക്കായിട്ടുള്ള ചന്ദനമാണെന്ന് പറഞ്ഞിട്ട് ശരിക്കുള്ള ചന്ദനം കടത്തിയത് കാളവണ്ടിയിലാണ്. 2000 ടണ്ണ് കാളവണ്ടിയാ. ഞാൻ പറഞ്ഞ ലോജിക്ക് ശരിയാണ്, നോക്കാൻ പാടില്ല. ഇന്നാപ്പൂരിയുടെ എന്തൊരുടെ ഇത് കാളവണ്ടിയിൽ അവർ ഈ 2000 ടണ്ണ് കാളവണ്ടി ഉണ്ടാക്കിയിട്ട് എന്നിട്ടും മറ്റേ ശ്രീലങ്കയിലോട്ടൊക്കെ വെറുതെ പോവുകയാണ്. എന്നിട്ട് പുള്ളി ബാക്കിയുള്ള പോലീസുകാരനൊന്നും ശ്രീലങ്ക ബോർഡർ കറക്കാൻ പറ്റില്ല, മറ്റവർക്ക് പെർമിറ്റ് ഉണ്ടെന്ന്. എന്നിട്ട് നേരെ നോക്കുമ്പോൾ അല്ലു അർജുൻ ഹെലികോപ്റ്ററിൽ വന്ന് ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്യും. ശരിയാണ്, ലോജിക്ക് നോക്കാൻ പാടില്ല. എന്തായാലും കഴിഞ്ഞ പടം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയരുത് പുഷ്പ 1 കമ്പയർ ചെയ്യുന്നത്. ആ സിനിമയുടെ കഥയുടെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് പാർട്ട്. ഇനി അതിനൊരു തേർഡ് പാർട്ട് വന്നാലും ആ ഫസ്റ്റ് പടത്തിൻ്റെ ഇത് തന്നെയാണ്, കണ്ടിന്യൂഷനാണ്, ആ കഥയുടെ കണ്ടിന്യൂഷനാണ് 1, 2, 3 എന്ന് പറയണത്. അല്ലാതെ ഒരു പടം 1 എന്ന് പറഞ്ഞാൽ ഒരു പടവും, 2 എന്ന് പറഞ്ഞാൽ വേറൊരു പടവും, 3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പടവും അല്ല. ഇറ്റ്സ് എ ഫുൾ സ്റ്റോറി. നിങ്ങൾ ഹാരി പോട്ടർ 1, 2, 3, 4, 5, 6, 7 നിങ്ങളെല്ലാം കൂടെ ഒന്നൊരു ഓരോ ബുക്കായിട്ട് പറയൂ. ഹാരി പോട്ടറിൻ്റെ ഫസ്റ്റ് ബുക്ക് അത് കൊള്ളാം, സെക്കൻഡ് ബുക്ക് കൊള്ളൂലായിരുന്നു. എന്തിന് പറഞ്ഞാലും ഹാരി പോട്ടറിൻ്റെ ഫുൾ സെറ്റാണത്. ആ സീരീസ് എന്ന് പറയുന്നത് അത്രയും എന്ന് പറയുന്ന ഒരു കഥയാണ്, ഒരു ചെറുക്കൻ്റെ കഥയാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. അതേപോലെ പുഷ്പ എന്ന് പറയുന്നതിൻ്റെ കഥയാണ് ഈ 3 ഭാഗം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിനെ കമ്പയർ ചെയ്താൽ പിന്നെ മനസ്സിലാവില്ല, ചിരിയാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ചേട്ടൻ്റെ മറ്റേ സാധനം മറ്റേ പേര്, പുഷ്പയ്ക്ക് പേര് വേണം, മറ്റേ സർനെയിം, അത് ഒരു പെണ്ണിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്, സഹോദരൻ്റെ മോളായി. ആ പെങ്കൊച്ചുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യണം. എന്നാൽ മാത്രമേ അങ്ങനത്തെ ഒരു സീൻ വരുമ്പോൾ അടിയോടോ അവന് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിപ്പിൽ ഒരു പിന്നെ എനിക്ക് വർക്കായ അടി സീക്വൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റേ കൃഷ്ണനോ അല്ല ഭദ്രകാളിയോ ദുർഗയുടെ വേഷം ഇട്ടിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് കിഡിലായിരുന്നു, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ ഞാൻ അടുത്ത് പറയും. പക്ഷെ ആ സീനിൻ്റെ തുടക്കം ശ്രീവല്ലി ഗർഭിണിയാവുന്നു, നിപ്പിൽ അല്ലു അർജുൻ പോയി വേഷം മാറി ഡാൻസ് കളിക്കുന്നു. അതിൽ ഡാൻസും അതൊക്കെ നല്ലതായിരുന്നു. അത് എനിക്കൊരു കാന്താരേനെ എടുത്ത് വെച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാന്താര അവിടെ ഹിറ്റായ സ്ഥിതിക്ക് നമുക്ക് അതുപോലത്തെ ഒരു സാധനം ഇവിടെ വേണം. മറ്റേ KGF റോക്കി ബൈ ഒരു ഗോൾഡിന് വേണ്ടി മറ്റേ ഇത് തകർക്കാൻ പോകണമെങ്കിൽ നമ്മൾ കണ്ടെയ്നറിൽ കയറി ജപ്പാനിൽ പോയി അവന്മാർക്ക് അടി കൊടുക്കണം. ഇങ്ങനെ ഓരോന്നിനെ എടുത്ത് തന്നിട്ട്
ഇതൊരു ഗംഭീര പടമാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണം എങ്ങനെയാണ്? ഞാൻ അതാണ് ചോദിക്കണത്. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ പറയണത്. എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ആരുടെ സിനിമ ഗോഡോ? അതും പോട്ട്. ഇന്ന് മിക്കവാറും ആ സിനിമ 600 കോടി കളക്ട് ചെയ്യും. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടണം ഈ ദിവസം. അപ്പോഴാ എത്രയോ ആൾക്കാർ നെഗടിക്കണം. ബോളിവുഡിലുള്ള ഓരോ ഈ പറയുന്ന സിനിമ റിവ്യൂ ആണവന്മാർ പറയണ കേൾക്കണം, കരഞ്ഞു പോവും. അവന്മാരൊക്കെ പറയണത് ഇത് എന്തിന് പടമെന്ന്. ഞാൻ പല മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അതായിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. നമ്മളുടെ ഒരാളുടെ ഇതല്ലേ പറയണത്. എനിക്ക് ഈ പറയുന്ന ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ്. ഈ ലോകത്തുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനൊരു പൊളിറ്റീഷ്യനായി മാറിയനെ. നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ മനസ്സിലാവും. എനിക്ക് എൻ്റെ ആസ്വാദനമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ട്രെയിലറിൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മതിയെന്ന്. എടാ ഇത്രയും പറയണ ഒരുത്തേ ഡെലിബറേറ്റ്ലി ഡീഗ്രേഡ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന ആ ക്ലൈമാക്സിലെ സാധനം എന്തൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണത്. ഫഹദിനെ അങ്ങ് കൊല്ലുകയാണ്. എനിക്ക് തോന്നുന്നില്ല, മിക്കവാറും ആ ലാസ്റ്റ് ഒരുത്തൻ മറ്റേ ടർബനൊക്കെ കെട്ടിയിരുന്ന ബോംബ് പൊട്ടിക്കണം. ചിലപ്പോൾ അത് ഫഹദായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പുതിയ വില്ലനായിരിക്കാം. അല്ല ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നും മറ്റേ വിൻ ഡീസൽ മറ്റേ ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂറിയസ് ഇറക്കണമല്ലേയാണ്. ഫാമിലി അത് എന്തൊരു വെറുപ്പീരാണെന്നറിയോ. എനിക്കതിനി കാണാൻ ഒരു താല്പര്യമില്ല. വെറുതെ വിൻ ഡീസലും മസിലും ഭരിപ്പിച്ചൊരു പുതിയൊരു വില്ലൻ വരും, വേറൊരു മസിലും ഭരിപ്പിച്ചൊരു പുതിയൊരു വില്ലൻ വരും, അവനെ അടിച്ചിടും. ഇത് തന്നെയാണ് ഫാസ്റ്റ് ആൻഡ് ദ ഫ്യൂറിയസ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതും അടുത്ത് പുതിയൊരു വില്ലൻ പറഞ്ഞു. ഇനി അവന് കുറേ ബിൽഡപ്പ്. അത് മിക്കവാറും വിജയ് ദേവരക്കൊണ്ടയാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവൻ്റെ ഫാൻ ബേസിന് കുറേ അല്ലു അർജുൻ വേഴ്സസ് വിജയ് ദേവരക്കൊണ്ടാന്ന് പറഞ്ഞിട്ട് അത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും കൊണ്ട് തിയേറ്ററിൽ കൊണ്ടിരുന്നു. എന്നിട്ട് ഇത് തന്നെ വയറിട്ട് വലിയ തന്നെ പുഷ്പേനെ. അവസാനമൊക്കെ അവൻ മറ്റേ എന്തൊരു പാമ്പൊക്കെ വിടറ കയ്യും കാലും കെട്ടിയിട്ടിട്ട് കടിച്ച് ഓരോരുത്തന്മാരെ കൊല്ലുകയാണ്. കടിച്ച് എനിക്കത് കണ്ട് ചിരി വന്നു. എനിക്കത് കണ്ടിട്ട് ചിരി വന്നു. നിങ്ങൾ ബാലയ്യ ഓരോ വെടുവായ്ത്തരം കാണിക്കുമ്പോൾ ബാലയ്യ എന്തൊരു കോമഡിയാണ്, അങ്ങനെ ഒരു വേറെ മൂളനാണ് ഇവൻ ചെയ്താന്തടാ. ഒന്നും പറയാൻ പറ്റാത്തത്. ഹെലികോപ്റ്റർ കൊണ്ട് ഏതോ ഗുഹേരകത്ത് ഇറങ്ങും. ഹെലികോപ്റ്ററിനൊക്കെ ഒരു 5 രൂപ വരെ വില കൊടുറേ. 5 രൂപ വരെ. ഞാൻ അത്ര ചോദിക്കുന്നു, 5 രൂപ വരെ വില ആ പാവപ്പെട്ട ഹെലികോപ്റ്ററിന് കൊടു. ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നു, എന്നിട്ട് മറ്റേ പിടിച്ച് കെട്ടുന്നു, അവ അടി കൊള്ളുന്നു. പഴയ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന സാധനമാണ്. മറ്റേ കുറേ അടി കൊണ്ടതിന് ശേഷം മറ്റേ കണ്ണിന്ന് ബ്ലഡായ കണ്ണിങ്ങനെ തുറന്നതിന് ശേഷം മറ്റേ നടം എല്ലാത്തിനും അടിച്ചിടുന്ന സാധനം. ഇതിൽ കൈയും കാലും കെട്ടി വയ്ക്കണോണ്ട് കടിച്ചു കൊല്ലുകയാണ് എല്ലാവരെയും. ഇതെന്താടാ അത്? സാംബിയ അല്ലു സാംബി പുതിയ പുഷ്പ 3 ദ സാംബി റിട്ടേൺസ് എന്ന് പറഞ്ഞ അല്ലു അർജിങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കണേ. അതാണ് ഓരോ പോലത്തും ഒന്ന് നമ്മളെ ചീത്ത വിളിക്കുകയാണ്. എന്നാലും ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ അതാണ് പറയണത്. രക്ഷകൻ, നിങ്ങൾ വിജയന് എന്തൊരു കഥ പറയും. രക്ഷകൻ എന്തൊരു വന്നാലും രക്ഷകൻ. ഇതിൽ രക്ഷകനൊന്നും ഒരു രക്ഷകനൊക്കെ അത് കുഴപ്പമില്ല. അല്ലു അർജുൻ അല്ലാണ്ട് രക്ഷിക്കുക. വിജയ് ചെയ്ത അയ്യം, അല്ലു അർജുൻ ചെയ്ത് കഴിഞ്ഞാൽ കൊമ്പ. രക്ഷകൻ തന്നെ എല്ലാത്തിലും. ഒരു തോക്കുമായിട്ട് അങ്ങ് ഇറങ്ങണം. എന്നിട്ട് പുള്ളി പറയണം എൻ്റെ റൂളാണ് ഇവിടെ നടക്കാൻ പോണത്, എല്ലാണോ ഓടിക്കോ, മന്ത്രിയായാലും കുന്ത്രിയായാലും നമുക്ക് ഈ അറിയേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ മറ്റേ തൊട്ട് കഴിഞ്ഞാൽ വെട്ടും. അങ്ങനെയൊക്കെ ഒരു ക്ലൈമാക്സും. എന്നിട്ട് അവസാനം മറ്റേ സർനെയിം ചേട്ടൻ കൊടുക്കുന്നു, അവൻ കരയുന്നു. ഇതൊന്നും ഒരു ഫീലിംഗ് കിട്ടണില്ല. ആ ഫസ്റ്റ് പാർട്ടിൽ ഈ ശ്രീഹവല്ലിയെ കാണാൻ വരുന്ന സമയത്ത് അവനെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കുന്ന സീനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്തൊരു ശോകോടെ എന്ന് നമുക്ക് ചെയ്യാം. മറ്റേ ഒരു ചൊറിയനാണല്ലോ നമ്മൾ. ഇതിൽ ഒരുമാതിരി നല്ല ഇത് അവനൊരു ചൊറിയനാണെന്ന് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനം അവർക്കിത് കൊടുക്കുന്നു. എന്നിട്ട് ബോംബ് പൊട്ടിക്കുന്നതായിട്ട് ഇവർ എന്തോ കല്യാണത്തിന് പോകുന്ന സ്ഥലത്ത് ബോംബ് പൊട്ടും. അപ്പോൾ എല്ലാവരും മിക്കവാറും മരിക്കും, അല്ലെങ്കിൽ ശ്രീവല്ലി മരിക്കുമായിരിക്കും. പാവോ ശ്രീവല്ലിയുടെ കേസ് ഒരുപാട് പേര് പറയുന്നുണ്ട്. പുള്ളിക്കാരിയെ തൊട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഫീലിങ്സ് വരുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ശരിയാണ്, ആ സിനിമയിൽ ആ പുള്ളിക്കാരിക്ക് ക്യാരക്ടറായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ ഭാര്യയുടെ ഗർഭിണിയായിരിക്കുന്ന സ്ഥലത്ത് ഐറ്റം സോങ് ഭർത്താവ് നോക്കിയാണ് ഭാര്യയെ. അപ്പോൾ ഭാര്യ പറഞ്ഞ ചുമ്മാ ഡാൻസ് കളിയേ. എന്നിട്ട് ലിറ്ററലി ദേ ആർ ഗ്രൈൻഡിങ്. ഞാൻ ഇങ്ങനെ ആലോചിക്കണം, ഇത് എങ്ങനെയാടേ, ഇത് എന്തോന്ന്. ഇത് ബാലയ്യയിലെ ഒരു പടം ഉണ്ടെന്ന്. അതിൽ ബാലയും ഹണി റോസുമാണ്. ഹണി റോസ് നടി. ഹണി റോസ് ബാലയും കൊണ്ട് ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോകും. ഐറ്റം സോങ്ങിൻ്റെ സ്ഥലത്ത് പോയിട്ട് അവരവിടെ നിന്ന് ഡാൻസ് കളിക്കും, ഐറ്റം സോങ്ങിൻ്റെ ആളുമായിട്ട്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ എങ്ങനെയാണ് ഇത് കോമഡി ആവാതിരിക്കുന്നത്. ബാലയെ ചെയ്തപ്പോൾ എല്ലാവരും വന്ന് മറ്റേ എടുത്തിട്ട് ഉടുക്കും അങ്ങേരെ. ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊക്കെ പിന്നെ സംഭവിക്കാമല്ല. പിന്നെ ഭാര്യ കൺസെൻറ്റ് എടുത്തല്ലേ, നിങ്ങൾ ചുമ്മാ ഗ്രൈൻഡ് ചെയ്തോളിയെന്ന് പറഞ്ഞിട്ട്
അതാണ് ഇത് സ്ത്രീ കഥാപാത്രങ്ങൾ പുള്ളിക്കാരി സത്യം. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബെഡ്റൂം, അതൊന്നും എനിക്കൊരു വിഷയമല്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് അത് മാത്രം ആക്കി കളഞ്ഞു. പിന്നെ അവളൊരു അഭിനയ പ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ മറ്റേ ഇങ്ങേര് വന്ന് ഇൻസൾട്ട് ചെയ്യും. മറ്റേ മോള രക്ഷപ്പെടുത്തിയത്, അത് ഈ അല്ലു അർജുൻ്റെ ചേട്ടൻ രക്ഷപ്പെടുത്തിയത് ഇവൻ്റെ വെറും പട്ടി ഷോയാണെന്നൊക്കെ പറയുമ്പോൾ എവളെ കാലിയായിരുന്നു. ശരിയാണ്, ഹസ്ബൻഡിന് എന്തായാലും അങ്ങനെ പറയുമ്പം ഇഷ്ടമുള്ള ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ, നീ പോടാ കോപ്പയെന്ന് പറയും. അത് പക്ഷേ ആ സീൻ അവൾ ചെയ്തത് ഇത്തിരി ഭയങ്കരമായിട്ട് അഭിനയിച്ചു. അത് സീൻ കുറച്ചും കൂടെ നല്ലൊരു സംഭവമായിരുന്നത്. അതായത് ഭർത്താവിനെ ഡിഫെൻഡ് ചെയ്യുന്ന വൈഫ്, ദാറ്റ് വാസ് നൈസ്. അപ്പോൾ അതാണ് പറയുന്നത്. എനിക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഈ പടം എനിക്ക് ഇത്ര തോന്നിയിരുന്നു. അതായത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാണാമെന്ന് പോയെടുത്ത് ആ ഫസ്റ്റ് പാർട്ടിൽ വർക്ക് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലോട്ട് വേറൊരു രീതിയിൽ മാറ്റി വെച്ചിട്ട് ഇത് നിങ്ങൾ വർക്കാക്കിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നു കഴിഞ്ഞാൽ എനിക്കത് വർക്കാവില്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു ജപ്പാനിലൊക്കെ പോയിട്ട് അവിടെ ഒരു ഇൻ്റർനാഷണൽ സാധനം, അല്ലെങ്കിൽ ഈ പറയണ ഫഹദിന് തന്നെ കുറച്ചുകൂടെ പവറായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു പൊസിഷനിലോട്ട് ഫഹദ് എത്തുന്നു. ഇതൊന്നുമല്ല, ലെവൽ പുഷ്പ ദി ഗോഡ്. എന്നൊരു ഇവൻ ബാക്കിയുള്ളവർക്ക് വില്ലന്മാരൊന്നും ഇല്ല. വില്ലന്മാരൊക്കെ കട്ടാ വീക്ക്. മറ്റേ ജഗപതി ബാബു വന്നിട്ട് പറയും എൻ്റെ ആനെ തട്ടിയാണ്ടല്ലോ വിവരം അറിയുമെന്ന് പറയുമ്പോൾ അവനെ തട്ടും. നല്ല ബെസ്റ്റ് വില്ലൻ മറ്റേ മണ്ട ശിരോമണിയായിട്ട്. പറയണ ഒരു വിലയില്ലടാ, ഞാനൊരു മിനിസ്റ്റർ അല്ലടാ, സെൻട്രൽ ഗവൺമെൻറ്. തേർഡ് പാർട്ടപ്പം എന്തായിരിക്കും? ഏതോ ഒരുത്തം മറ്റേ ടർബനും കെട്ടി ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും ഫാമിലിയിലുള്ള ചേട്ടനും എല്ലാവരും പോവും. മറ്റേ സ്ഫടികത്തിൽ തിലകം മരിക്കുമ്പോൾ ഒരു പരിപാടിയല്ലേ, അതായത് അച്ഛനും ഞാനുമായിട്ടൊന്ന് കമ്പനിയായല്ലേ വന്ന സമയത്ത് തന്നെ പുള്ളി പോയി എന്ന് പറയുന്ന ആ ഒരു പരിപാടി പോലത്തെ സാധനം എനിക്ക് ഇവിടെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടാന്ന് വിളിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഫുൾ ഫാമിലിയൊക്കെ ഒന്ന് ഇനി ഞാൻ റാംപേജ് ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്, ഞാൻ ഇനി ആരെയും വെട്ടും കൊത്തും കൊലപാതകം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റേ ഈ കടുവ മാറി നിൽക്കുന്ന സീനൊക്കെ എവിടെ? ആ സീനൊക്കെ ഞാൻ കണ്ടില്ല കേട്ടോ. അതൊക്കെ ഇവിടെ പോയാൽ പുഷ്പ എന്തോ ഒളിപ്പോരലാണ്. അപ്പോൾ കടുവ എങ്ങനെ മറ്റേ ഫോറസ്റ്റിലെ ക്യാമറയിൽ പുഷ്പ പതിഞ്ഞ് ക്യാമറ കടുവ കണ്ട് മാറി നിന്ന് എന്നൊക്കെ പറഞ്ഞ് പുഷ്പ എന്നൊക്കെ പറയുന്ന സാധനം. കടുവയൊക്കെ മാറിയിരിക്കും, കടിയാണ്. ആ കടുവ എല്ലാം കണ്ടാണ് ഈ മറ്റേ നാട്ടുകാരെ കടിച്ചു കൊല്ലണത്. പാവം കടുവ പറഞ്ഞേ എല്ലാം ഉണ്ടോ അവനെയൊന്നും മാറി എന്നോ അവ കടിച്ച് പറിക്കും. യജാതി പടവടേ. എന്നിട്ട് പറയണം നമ്മൾ മോശം കോമഡി തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാര്യം. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇതിൻ്റെയൊക്കെ പുഷ്പാത റൂള്. ദിസ് ഈസ് സ്പോയിലർ ടോക്ക് ബൈ കോൾ മി ശസം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിയണം, ഇല്ലാത്തവർക്ക് കണ്ട വഴി വളരെ. എനിക്കൊന്നും പറയാല്ലേ. ബൈ.